ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. സന്തോഷിക്കുന്നവരുടെ സന്തോഷം വർദ്ധിക്കും, ദുഃഖിക്കുന്നവരുടെ ദുഃഖം വർദ്ധിക്കും. സന്തോഷിക്കുന്നവരുടെ സന്തോഷം വർദ്ധിക്കും, സുഖിക്കുന്നവരുടെ ദുഃഖം. കർത്താവിന്റെ സന്നിധി ദുഃഖിച്ചിരുന്ന് നീ ദുഃഖിച്ചിരുന്നു പോകും. കർത്താവിന്റെ സന്നിധി വന്ന് നീ ആനന്ദിക്കണം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയോ ഏത് പ്രശ്നമോ അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധി നിനക്ക് ആരാധിക്കാനും ആനന്ദിക്കാനും പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പഠന കളരിയായത്. ദിസ് ഈസ് സ്കൂൾ ഓഫ് സ്പിരിച്വാലിറ്റി. നമ്മൾ പുണ്യാളന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തേക്ക് ഓരോ ചൊവ്വാഴ്ച വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിസ് ഈസ് ദ സ്കൂൾ ഓഫ് സ്പിരിറ്റ്. ആത്മീയ ജീവിതത്തിന്റെ ഒരു പഠന കളരി, ഒരു പള്ളിക്കൂടമാണ്. നമ്മൾ പല കാര്യങ്ങളും ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, അല്ലേ? പാവപ്പെട്ട വീട്ടിലെ കുട്ടി ശ്രീജ, അവൾ ആഗ്രഹിച്ചതെടുത്ത് ദൈവം അവളെ എത്തിക്കുക. പണമല്ല, അപ്പനല്ല, അമ്മയല്ല, കഴിവുകളല്ല, ദൈവമാണ് നിന്നെ നീയാക്കി മാറ്റുന്നത്. നിന്നെ നീയാക്കി മാറ്റുന്നത് ഒന്നുമല്ല, ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളുമല്ല. നിന്നെ നീയാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ജീവിതത്തിൽ വല്ലാതെ നമ്മളങ്ങ് തോറ്റു. ജീവിതത്തിൽ നമ്മുടെ കഴിവാണ്, ബുദ്ധിയാണ്, ഒന്നുമല്ല. നമ്മുടെ ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ഒരു മകൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ വീട് പണി നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ? പൈസ ഒന്നുമില്ല. പൈസയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ എന്നാ പറ്റി? അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ എഞ്ചിനീയർക്ക് ഒരു പ്രശ്നം, അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് ഒരു പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ പ്രശ്നങ്ങളാണ്. ദൈവത്തിൽ ആശ്രയം. നിന്റെ പൈസ കൊണ്ട് വീട് പണിയാൻ പറ്റത്തില്ല. നിന്റെ കഴിവ് കൊണ്ട് നീ ഒരു വീട് പണിയാൻ പോകുന്നില്ല. എത്രയോ എഞ്ചിനീയർമാർ വാടക വീട്ടിൽ താമസിക്കുന്നു. എത്രയോ കോൺട്രാക്ടർമാർക്ക് സ്വന്തം വീടുകളില്ല. നിങ്ങൾക്കതറിയാവോ? ഉണ്ടായിരുന്ന വീട് വിറ്റിട്ട് ഇന്ന് ബിസിനസ്സാണ് കോൺട്രാക്ടർമാരെ അച്ഛനറിയാം. വലിയ എഞ്ചിനീയർമാർ, ഭയങ്കര ഡിസൈനറാണ്, പക്ഷേ ഒരു സ്വന്തമായിട്ടൊരു ഭവനം അവർക്കില്ല. അല്ല എന്തൊരു, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പം ഇവിടെ ജർമ്മൻ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായി. ടീച്ചർ ഒരിക്കലും B2 പാസ്സാവത്തില്ല. ടീച്ചർ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളും B2 പാസ്സാവും, ടീച്ചർ മാത്രം B2 പാസ്സാവത്തില്ല. പക്ഷേ ദൈവകൃപയുണ്ടായിരുന്ന ആ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ വരുന്നവരെല്ലാം അതിവിടെ കൊണ്ടുവരും. B2 പഠിക്കാൻ വരുന്ന മുഴുവൻ പിള്ളേരെയും പുണ്യാളൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നൊരു നിയോഗമാണ്. എനിക്കൊന്ന് പോയെന്ന് തോന്നിപ്പോഴാണ്. അവരും പാസ്സായി അവർക്ക് വിദേശത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കാണാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവകരങ്ങൾ. ഐ ആം ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ ഫാദർ. എൻ്റെ അപ്പൻ്റെ കരങ്ങളിലാണ് ഞാനെന്ന് ധ്യാനിക്കാൻ പറ്റുമോ മക്കളെ? ജീവിതത്തിൽ ഒരു സങ്കടത്തിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെ ഒക്കെ പോകുന്ന ഹല്ലേലൂയ, ചതി പറഞ്ഞ ഹല്ലേലൂയ. ആ മകള് ശ്രീജ എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ കേട്ടില്ലേ? അവള് ഒന്നും ദൈവവിശ്വാസം, പാവപ്പെട്ട മാതാപിതാക്കള്, അവളുടെ ജപമാല, അവളുടെ കുർബാന, അവൾക്ക് ദേവാലയവുമായിട്ടുള്ള അടുപ്പ്. മക്കളെ, ദാറ്റ് മാറ്റേഴ്സ് മക്കളെ. നിനക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം. കൊച്ചുങ്ങളോട് അച്ഛനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, യുവതീവാക്കന്മാരോടും കുഞ്ഞുമക്കളോടും അച്ഛനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നിന്റെ നാളെ നിശ്ചയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പദം. നിനക്ക് എന്തുമാത്രം നീ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന കൊച്ചായിക്കോളൂ, നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? അച്ഛൻ വെല്ലുവിളിച്ച ആഴമേറിയ ബന്ധം അച്ഛൻ പറഞ്ഞേ. ആഴങ്ങളിലേക്ക്, ആഴങ്ങൾ തേടുന്നൊരു ബന്ധം. ഒരു ദൈവസ്നേഹത്തിന് വേറെ എന്നാ ഉണ്ടായിട്ട് എന്താ മക്കളെ കാര്യമുള്ളൂ? ഒന്നുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ലോട്ടറി അടിച്ചവരെല്ലാം ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിരുന്നേനെ. ലോട്ടറി അടിച്ച് ഒരുത്തിനെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് ഇന്ന് ലോക ചരിത്രത്തിൽ പറയുന്നില്ല. വെറുതെ ഇരുന്നപ്പം കൈ കൊണ്ടു കൊടുത്തു എത്രയോ ലക്ഷം രൂപ, അല്ലെ എത്രയോ കോടി രൂപ. ഒരുത്തിനും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ നിൻ്റെ വിയർപ്പിനകത്ത് ഒരു കുരിശിൻ്റെ ഒരു സ്പർശനമുള്ള ഒരു വിയർപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്നെ ഉയർത്തി നിർത്താം.
ആരും നിരാശപ്പെട്ടൊന്നും ഇരിക്കണ്ട മക്കളെ. കർത്താവല്ലേ നമ്മൾ നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കുന്നത് ആ പെൺകുട്ടി അവള് വെറുതെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യമായി നോക്കി ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ്. നമുക്ക് എന്തെന്ന് പറഞ്ഞാലും ശരി, ഒരു കളക്ടറൊക്കെ വരണമെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള വീട്ടിൽ നിന്ന് വരണ്ടേ. സ്റ്റാൻഡേർഡ് ഉള്ള വീടല്ലെന്നല്ല ഞാൻ പറയണത്. കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യൻ മകൾക്ക് IFS കിട്ടും, പറയുന്നു എൻ്റെ കയ്യിൽ 200 രൂപയെ കാശുള്ളെന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയിലും 2000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം പോക്കറ്റിൽ കാണില്ല, വീട്ടിലെങ്കിലും കാണും. ഒരു 2000 രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാണും. ആ മനുഷ്യൻ സത്യസന്ധമായിട്ട് തോന്നി എൻ്റെ കയ്യിൽ ഇരുന്നു. കാരണം അയാളാണ് ഏണിംഗ് മെമ്പർ ആ വീട്ടിലെ, ശ്രീകുമാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൻ്റെ സമ്പന്നതയെ കാണിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സമ്പന്നതയുണ്ട്. ദൈവത്തിൻ്റെ റിച്ച്നെസ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ്. ഞാൻ പൊന്നു മക്കളോ, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ അകലല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നീ തോറ്റുപോയ പൊക്കോട്ടണ, നിന്റെ വീട് ജപ്തി ചെയ്ത് പോയ പോട്ടെ, നിനക്കൊരു രോഗം വന്ന പോട്ടെ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലം വേണം. ദൈവത്തെ നീ ആരാ? ഇന്നത്തെ വചനം അതല്ലേ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപയിൽ നിനക്ക് ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചുള്ള ദൈവത്തിൻ്റെ സിഗ്നേച്ചറാണ് പ്രധാനപ്പെട്ടത്. നിന്റെ ജീവിതത്തിൽ ദൈവം ഒപ്പിട്ടിട്ടുണ്ടോ? അതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? വളരെ പ്രധാനപ്പെട്ട. ദൈവം നിന്നെ ഇന്നൊന്ന് അനുഗ്രഹിക്കും. ദൈവം നിന്റെ തലയിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. പക്ഷെ അധികം മക്കളെ ഞാനിങ്ങോട്ട് കയറി ഇടിച്ച്, എനിക്കറിയാം അവരത്രയും പ്രതീക്ഷിക്കുന്നു. അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ സുഖപ്പെട്ടു, അച്ഛൻ തൊട്ടാൽ അനുഗ്രഹിക്കപ്പെട്ടു, അച്ഛൻ തൊട്ടാൽ. ദൈവങ്ങളെ ദൈവം തൊടുന്നൊരനുഭവമുണ്ട്. നാളെ ബയോപ്സിക്ക് പോവാണ് ചോ, നാളെ ബയോപ്സിക്ക് കൊടുക്കാൻ പോവുക, ഒരു മുഴയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ നിൽക്കുന്നത്. ദൈവം തൊട്ടാൽ ആ പ്രശ്നത്തിന് പരിഹാരമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിലേക്ക് ഡിപ്പ് ഇൻടു ദ ലോർഡ്, കർത്താവിലേക്ക് ഇങ്ങനെ മുക്കി വെക്കണം. കർത്താവിലേക്ക് ഇങ്ങനെ മുക്കി വെക്കണം. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം നമ്മളിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഹല്ലേലൂയ, ചതിപറ ഹല്ലേലൂയ, ചതിപറ ഹല്ലേലൂയ, ചതിപറ ഹല്ലേലൂയ. കുവൈറ്റിൽ നിന്നൊരു മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരിവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷ കൂടുന്നു. ജീവിതത്തിലെല്ലാം അനുഗ്രഹമാക്കി കർത്താവ് കൊടുത്തു. അവരുടെ കൊച്ച് എന്തോ ഒരു വിഷയത്തിന് പഠിക്കാൻ പിന്നോക്കമായിരുന്നു. 50% താഴെ സ്ഥിരം മാർക്ക്. പക്ഷേ പ്ലസ് ടു എക്സാം വന്നപ്പോഴേ ഇവർ പറഞ്ഞു എൻ്റെ കൊച്ചിന് ഒരു 90% മാർക്ക് കൂടി തരണമെന്ന്. അവർ സാക്ഷ്യപ്പെടുത്തി 93%. പിന്നെ നമുക്കൊരു വീട് വന്നു. നമുക്ക് വിദേശത്ത് പോയവരാ, ഒരു വീട് വേണമായിരുന്നു. ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നു, എൻ്റെ ദൈവം എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നു, എൻ്റെ ദൈവം എനിക്ക് നല്ലൊരു ഭവനം തന്നു, എൻ്റെ ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നു. എന്ത് സ്വീറ്റല്ലേ മക്കളെ. ആൾക്കാരെ കൊണ്ട് നോക്കുന്ന പൂക്കളെക്കാളും മനോഹാരിതയില്ലേ ഈ സാക്ഷ്യത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആഗ്രഹിക്കുന്നത് പോലൊക്കെ ഈ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുക. പ്രാർത്ഥനയുടെ മനുഷ്യരാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിൽ മുങ്ങി നിന്നാൽ ദൈവത്തിന്റെ നിറം നിനക്ക് കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിലേക്ക് കുറച്ച് ആഴപ്പെടാനും നമുക്ക് പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ശരിയാണെന്നില്ല, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിന് നന്ദി പറയും. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, നിങ്ങളുടെ മക്കളെ ഓർത്ത്, നിങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് നിങ്ങൾ കുറച്ചു നേരം നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കണം മക്കളെ. ഒത്തിരി നല്ലതാണ്. നിൻ്റെ കുടുംബം ഒത്തിരി നല്ലതാണ്. നിനക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, നിൻ്റെ കുടുംബം ഒത്തിരി നല്ലതാണ്. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കൊണ്ട് ഒത്തിരി നല്ല കുടുംബങ്ങൾ, ഒത്തിരി പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഒത്തിരി ദുരിതങ്ങൾ അനുഭവം. എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് വലിയ സങ്കടമായിരുന്നു. അവിടെ ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, ഒത്തിരി ദുരിതങ്ങൾ. അതുപോലെ നമ്മളുടെ മേൽ ദൈവം വലിയ കരുണ ചൊരിഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മുടെ മേൽ വലിയ കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. അത് ദൈവമക്കൾ മറന്നു കളയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയണം. ബി ഗ്രേറ്റ്ഫുൾ മക്കളെ. നന്ദിയുള്ളവരാകണം. നന്ദി വേണം. നമുക്ക് നന്ദി വേണം എല്ലാത്തിനും. നമുക്കെല്ലാം താങ്ക്സ് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ എന്നും ഒരു നന്ദി പറയണം. അത് മനുഷ്യരോടും പറയണം, ദൈവത്തോടും പറയണം. ഇതെല്ലാം എൻ്റെ അവകാശമെന്ന് ആരും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മക്കൾ ഈ ആൾക്കാരെ, എൻ്റെ അവകാശമൊന്നുമല്ല ഇത്.
എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയായിട്ട് ഞാൻ ഈ ശുശ്രൂഷയെ കാണുക. ഹല്ലേലൂയ. അച്ഛൻ്റെ മിടുക്കൊണ്ടോ, അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടോ, അച്ഛൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ, കഴിവ് കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയാണ്. ഈ ശുശ്രൂഷയുടെ പേരിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് ഞാൻ കൊടുക്കും. എൻ്റെ ജീവൻ ഞാൻ കർത്താവിന് കൊടുക്കും. ഇതിലും കൂടുതൽ എന്ത് ശുശ്രൂഷ ചെയ്യാനുള്ളത്? കർത്താവ് അത്രമേൽ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ല, ദൈവവചനത്തെ ഓർത്തുനിന്ന് കരയാൻ എനിക്ക് പറ്റാറുണ്ട്. ദൈവവചനം വായിച്ച് കരയാൻ എനിക്ക് പറ്റാറുണ്ട്. കുർബാനയുടെ മുമ്പിലിരുന്ന് മനസ്സ് വേദനിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ആ രണ്ട് കാര്യം എനിക്ക് എന്തായാലും സാധിക്കുന്നു. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്ന മക്കളൊക്കെ ഞാൻ അത്ഭുതപ്പെടും. നിങ്ങൾ ആലോചിച്ചൊക്കെ, രാവിലെ 8 മണി മുതൽ രാത്രി 10:30 മണി വരെ 14-15 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന കൺവെൻഷന് പോയാൽ ഞാൻ അതിനിടയ്ക്ക് ഇറങ്ങിപ്പോവും. ഇച്ചിരി വചനം ഒരുക്കാനുമൊക്കെ ഞാൻ അതൊക്കെ വെളിയിലൊക്കെ പോകും. പക്ഷേ ഈ മക്കൾ കുർബാനയുടെ മുമ്പിൽ ഒരു 14-15 മണിക്കൂർ കഴിഞ്ഞ് 5 ദിവസം ഇരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ ഇരിക്കും കുത്തിപ്പിടിച്ച്, അവിടെ ഇരുന്ന് ചുമ്മാ ഇരിക്കുമല്ല, സ്തുതിച്ച് പ്രാർത്ഥിച്ച്. 2 കൺവെൻഷൻ അടുപ്പിച്ചായിരുന്നു. ഗിഫ്റ്റാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം വരം തന്നിട്ടുണ്ട്. എല്ലാം വീട്ടിലെ സാഹചര്യം, ഭർത്താക്കന്മാർ പൊക്കോളം പറയണമല്ലോ. വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കണ്ടേ. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉള്ള കുടുംബങ്ങൾ തന്നെയായത്. ദൈവത്തിൻ്റെ കാരുണ്യമക്കൾ, ദൈവസന്നിധിയിലായിരിക്കാൻ പറ്റുന്നത്, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്, എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്നത്, എന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, എന്നും ബൈബിൾ വായിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന നേർച്ചയിടിയിലല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന നേർച്ചയൊന്നുമല്ല നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. വചനത്തിലേക്ക് വരാം. ഇന്ന് കർത്താവ് മത്തായി സുവിശേഷം ധ്യാനിക്കാൻ തരുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. ഫരിസേയരും സദുക്കയരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. ടു ടെസ്റ്റ് ജീസസ്. സദുക്കയരും ഫരിസേയരും യേശുവിനെ പരീക്ഷിക്കുക. നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്? വൈ ആർ യു ഹിയർ? വൈ ആം ഐ ഹിയർ? ദൈവം സുഖപ്പെടുത്തുമെന്ന് നോക്കാൻ വേണ്ടിയാണോ? ദൈവം അനുഗ്രഹിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് നിങ്ങൾ വന്നു നോക്കിയത്? നമ്മൾ സത്യമായിട്ടൊന്ന് ആലോചിച്ചത്, എന്തിനാ ഞാൻ ഇന്ന് പള്ളിയിൽ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ഫരിസേയരെന്ന് പറഞ്ഞ മോശക്കാരാന്ന് നിങ്ങൾ വിചാരിക്കില്ല. യഹൂദ നിയമം നല്ല വെള്ളയടിച്ചതുപോലെ പാലിക്കുന്ന മനുഷ്യരാണ്. നല്ല മനുഷ്യരാണ് ഫരിസേയര്. നല്ല ഫാരിസീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ചെവി ഇങ്ങനെ അവർ മുടി പോലും വെട്ടാറില്ല. ഈ പുരുഷന്മാരെ തുപ്പിയൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഫരിസേയരാ അവർ. ഫരിസേയരാ ഈ യഹൂദന്മാർ. നിങ്ങൾ ഇസ്രായേലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. അവരാ പാരമ്പര്യം, അന്ന് മോശയുടെ പാരമ്പര്യം അന്ന് മുതൽ ഇന്ന് വരെ വ്യത്യാസമില്ല പാലിക്കുന്നവരാണ്. മോശ എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എത്ര കൊല്ലം? അപ്പോൾ 4000 ഉണ്ടോ മോശയ്ക്ക്? മോശയ്ക്ക് ഒരു 4000 കൊല്ലം പറഞ്ഞു. ഒരു 5000 കൊല്ലം മുമ്പുള്ള കാര്യം 5000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് പാലിക്കുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ത്യാഗം എന്താ? നോക്കി നോക്കണം. 4000 കൊല്ലം മുമ്പുള്ള കാര്യം ഇന്ന് മനുഷ്യരെ പാലിക്കുക. അവർ ഈ ഫരിസേയര്, സദുക്കായര്, സാഡീസീസ് വന്നു. അതുപോലെ തന്നെ നിയമം ഇങ്ങനെ നിർബന്ധമായിരുന്നു. മോശയുടെ നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുന്ന മനുഷ്യർ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് യേശുവിൻ്റെ അടുത്ത് തീർന്നുപോയി മക്കൾ. നമുക്ക് ഒത്തിരി നന്മ കാണും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നീതിമാന്മാരെ, ഞാൻ ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോയിട്ടില്ല, ഞാൻ ആരും തട്ടിപ്പറിച്ചിട്ടില്ല, അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ലടാ പക്ഷേ. നിങ്ങളിത് തിരിച്ചറിയണം. നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്നുള്ളത്. നീ എന്നാക്ക് പാപം ചെയ്തില്ല എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. ഈ ഫരിസേയനെ സദുക്കന്റെയും വിഷയം ഇതാണ്. ഞാൻ എന്നാക്ക തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള അവര്. ഞാൻ ആ ചുങ്കക്കാരനെ പോലെ അല്ലേ? അങ്ങനില്ല. നിനക്ക് എന്തുമാത്രം ബന്ധം ദൈവവുമായിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. ഈശോ കെണിപ്പെടുത്താൻ പോവുക. ഈശോയെ കെണിപ്പെടുത്താൻ പോവുക. ഒരടയാളം. സാത്താൻ നേരത്തെ നോക്കിയത് എന്താ? സാത്താൻ ചെയ്ത കാര്യം. ദൈവങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അത്ഭുതം പോലും ചോദിക്കരുന്നുള്ള അഭിപ്രായം. ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നമ്മൾ പാവങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ ചോദിച്ചു പോകും. നമ്മൾ വിശക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും.
നമ്മൾ പാവങ്ങളായതുകൊണ്ട് ഈശോയ്ക്ക് അതും മനസ്സിലാവും. എന്നാലും ഞാൻ പറഞ്ഞ ആത്മീയതയുടെ ഒരു തലത്തിലെത്തി കഴിയുമ്പം നമ്മളൊന്നും ചോദിക്കില്ല. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, വർഷിപ്പ് യു ജീസസ്. ഒരു ആത്മീയതയുടെ ഒരു തലവാ മക്കളെ. ഹല്ലേലൂയ. എനിക്ക് അടയാളമൊന്നും കർത്താവ് ഇന്നത് തന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ചില സമയത്ത് കഴിയുമ്പോൾ പൊട്ട അടയാളമൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ആരാധന ചാപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിയോ കരണ്ട് പോയി. എന്താ ഒരു മുറിക്കകത്ത് പൂട്ടി നല്ല ചൂടാണ്, അണ്ണമാലിയൊക്കെ നല്ല ചൂടാണ്. ഞാനിപ്പോൾ ഞാൻ പൊട്ട കർത്താവേ നീ ഉണ്ടെങ്കിൽ ഈ പാട്ട് കഴിയുന്നതിന് മുമ്പ് കരണ്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു. പൊട്ടത്തരോ ചോദിച്ചത്. ഇവര് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആ പാട്ട് തീരുന്നതിൻ്റെ കരണ്ട് വന്നു അവിടെ. അത് ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് പൊട്ടൻ. അങ്ങനെയൊന്നും ചോദിക്കണോ? തമ്പുരാൻ നമ്മളെ, എനിക്ക് ബോധ്യം ഈ കൺവെൻഷൻ ധ്യാനമൊക്കെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ. നമ്മൾ ചോദിക്കുക ഒന്നും വേണ്ട, നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് ക്രമപ്പെടുത്തി തരും. നമുക്ക് അനുഗ്രഹമായിട്ട് സ്വർഗീയമായിട്ടുള്ളതെല്ലാം കർത്താവ് തന്നിരിക്കും. What is heavenly and what is divine, God will provide you. Hallelujah. 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 ഒന്നിനെപ്പറ്റി ഒരുപാട് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. Hallelujah. അവരടയാളം ചോദിച്ചു, അവൻ പ്രതിഭജിച്ചു. വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമ്മന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമ്മന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് ആകാശം നോക്കിയിട്ട് ഒന്ന് മഴ പെയ്യോ ഇല്ലയോ എന്ന്. രാവിലെ മൂടി കെട്ടി പുറത്ത് മഴ പെയ്യുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 3-4 ദിവസം പെരുമഴയായിരിക്കുമെന്ന്. ആകാശത്ത് നോക്കിയിട്ട് മഴ പെയ്യുമെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പൊന്നുമക്കളെ, ജീവിതത്തിൻ്റെ കാലാവസ്ഥ നിനക്ക് എന്തുകൊണ്ട് നീ സങ്കടപ്പെട്ടിരിക്കുന്നത്? 90% പേര് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു സങ്കടം അല്ലെ, ഒരു നിരാശ, ഒരു ഫ്രസ്ട്രേഷൻ, ഒരു നൊമ്പരം ഇല്ലാത്ത ആളുകൾ 90% പേര്. ഞാൻ 10% പേര് വിട്ടു. എന്തെങ്കിലും ഒരു നീറ്റല്, എന്തെങ്കിലും ഒരു വേദന, എന്തെങ്കിലും ഒരു സങ്കടം, എന്തെങ്കിലും ഒരു പരിഭവം, എന്തെങ്കിലും ഒരു പരാതി ഇവിടെ 90% പേർക്കുണ്ട്. വെറുതെ ഒന്ന് എന്തുകൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വരുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പത്രോസ്ലിയായിക്ക് വിഷമം ഉണ്ടായിരുന്നെന്ന്, യാക്കോസ്ലിയായിക്ക് പ്രശ്നം. അവർക്ക് ഇങ്ങനെ നല്ല ഈശോയുടെ കൂടെ ഇങ്ങനെ സന്തോഷിച്ച് നടക്കാം 3 കൊല്ലക്കാലം. ദൈവമക്കളെ, ഈശോ ഇല്ലാത്തതാണ് എൻ്റെ സങ്കടത്തിൻ്റെ കാരണമെന്ന്, ഈശോയുമായിട്ടുള്ള ബന്ധത്തിന് കുറവാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. 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 നമ്മൾ സത്യമായിട്ടും അതെ, നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് നമ്മളെ ആനന്ദിപ്പിക്കും. നിനക്ക് ദൈവവുമായിട്ട് നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ നീ നിരാശപ്പെടുത്തൊന്നുമില്ല. നിനക്കൊരു ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ലൊരു ദൈവബന്ധത്തിലാണെങ്കിൽ ഈ ബന്ധം, ഈ ദൈവബന്ധം ചുരുങ്ങുമ്പോഴാണ് നമ്മൾ സങ്കടം. അതായത് സൂര്യൻ പതുക്കെ മേഘാവൃതമായി പോയി. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഓരോ പാപങ്ങളോ തിന്മകളോ സ്വാർത്ഥതയോ എന്താ പറയുന്നത് എന്തുവാ അതിങ്ങനെ കാർമേഘം പോലെ വന്ന് തമ്പുരാനെ മൂടിക്കളയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലതരം ഹല്ലേലൂയ. Let him shine upon you. നിന്റെ മേൽ നിന്റെ കർത്താവ് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ മേൽ പ്രകാശിക്കണമേ. നിന്റെ മുഖപ്രസാദം പറയുന്നില്ല പ്രാർത്ഥന അങ്ങനല്ല, നിന്റെ മുഖപ്രസാദം എൻ്റെ മേൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും രാവിലെ കർത്താവേ, നിന്റെ മുഖം എൻ്റെ മേൽ പ്രസാദിക്കട്ടെ. ദൈവമേ, നിന്റെ മുഖപ്രസാദം എൻ്റെ മേൽ ഉണ്ടാകട്ടെ. നിന്റെ മുഖം എൻ്റെ മേൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. 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 കർത്താവിന്റെ സാന്നിധ്യം ഇതാ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ജീവിതത്തിൽ ഓരോന്നും. എന്ത് കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാകാത്തത് ഇപ്പോഴും ഭീകരമാണ്. 50% പേർക്ക് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലെന്നൊക്കെയാണ് പറയുന്നത്. 2 പേര് കല്യാണം കഴിച്ച ഒരാൾക്ക് ആ നോർമലായിട്ട് ബേബി ഉണ്ടാകുന്നില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടത്? ഞാൻ കേട്ടു. അങ്ങനെ എന്തെങ്കിലും മരുന്ന്, എന്തെങ്കിലും സപ്ലിമെന്റ്, എന്തെങ്കിലും സർജറി കൂടാതെ ഒരു കുഞ്ഞുണ്ടാവുന്നില്ല. 2 പേരിൽ ഒരാൾ കണക്ക് പോയ പോക്ക് കണ്ടോണേ. എന്ത് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ല. 30, 40, 38 വയസ്സുള്ള പെങ്കൊച്ച് എന്നോട് ചോദിച്ചു, അച്ഛാ എൻ്റെ കല്യാണം നടക്കുമെന്ന്.
38 വയസ്സാണ് പെങ്കൊച്ചിന്. 38 വയസ്സ്. എൻ്റെ കല്യാണം നടക്കുമെന്ന്. നമ്മൾ കല്യാണപ്രായം കഴിഞ്ഞു 24-25 വയസ്സിൽ പെൺപിള്ളേരുടെ കല്യാണം നടക്കണം. ഏറ്റവും അറ്റത്ത് 28 വയസ്സ്. അതിനകം പെൺപിള്ളേരുടെ കല്യാണം നടക്കണം. കല്യാണം കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടാക്കുക. അതിനെ കുടുംബം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഈ കാലം ഒന്നും നമ്മൾ മക്കളെ ഇങ്ങനെ വിട്ടിരിക്കുക. പേടിയാണ് നമുക്ക് മക്കളെ. ഒന്നും പറയാൻ പറ്റത്തില്ല ഈ പിള്ളേരോട് ഇന്നത്തെ കാലത്ത്. എന്തേ, കുഞ്ഞുനാൾ മുതൽ നിന്റെ മടിയിൽ ഉറങ്ങിയ കുഞ്ഞാണെങ്കിൽ നിനക്ക് പറയാൻ പറ്റും. കുഞ്ഞുനാൾ പറയാതെ അതിൻ്റെ ഇഷ്ടം, അത് നിന്നെ മടി കിടത്തിയേക്കുക. നിനക്ക് കുഞ്ഞിനെ പേടിയാണ്. മാതാപിതാക്കൾക്ക് മക്കളെ പേടിയായിന്ന. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല എന്നാ ചെയ്യും. വർത്താനം ഒപ്പിച്ചെന്ന് ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാലീസൊക്കെ മാറിയില്ല. വളരെ കല്യാണം ആരെ കഴിക്കണം? വചനത്തിൽ വളരെ മനോഹരമായിട്ടൊക്കെ ഉണ്ട്. തോബിത്തിൻ്റെ കല്യാണമൊക്കെ പറയുമ്പോഴത്തേന് ഹല്ലേലൂയ. നമ്മളൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. നമുക്കൊരു വാല്യൂ അല്ല, സ്വർഗത്തിൻ്റെ സംവിധാനമാണ്. സ്വർഗത്തിൻ്റെ സംവിധാനത്തിന് വെളിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മക്കളെ. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് 24 വയസ്സ് 23-24 വയസ്സ് കൊച്ചുങ്ങളുടെ കല്യാണം ആലോചിക്കുക. ഇവൻ പോയി ജർമ്മനി പോയിട്ട് അവൻ വെല്ലവളുടെ പുറകെ പോകും, അല്ലെങ്കിൽ വെല്ലവൻ്റെ പുറകെ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ലൈഫിനെ പറ്റി ഒത്തിരി പ്ലാനിങ് അല്ല, ലൈഫിനെ പറ്റി പ്രാർത്ഥനയാണ് വേണ്ടത്. യു നീഡ് പ്രെയർ, നോട്ട് പ്ലാനിങ്. ജീവിതമൊക്കെ പ്ലാൻ ചെയ്ത, പക്ഷെ ജീവിതത്തെ പറ്റി പ്രാർത്ഥനയാണ് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ് ഒരു നല്ലൊരു ജീവിത പങ്കാളി, ഭാര്യ, ഒരു ഭർത്താവ്. അത് ദൈവത്തിന്റെ വരവാണ്. എനിക്ക് ഒത്തിരി മക്കളെ അറിയാം, മക്കളെ ഒത്തിരി പേരുണ്ട്. എൻ്റെ സങ്കടം കൊണ്ട് ഞാനിതിങ്ങനെ പറയുന്നത്. പ്രായമായിട്ട് 30 എബവ് 30 എത്ര പിള്ളേർ വരുന്നുണ്ടെന്നറിയോ? എബവ് 30, ബിറ്റ്വീൻ 30 and 50. 50 കഴിഞ്ഞവരുടെ കാര്യം പറയണില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. 30 and 50 വലിയൊരു ദുരന്തമാണ്. നമ്മളിതൊന്നും അറിയാതെ നമ്മൾ സിനിമയും കണ്ടു പോകും, മൊബൈൽ ഫോണും വിളിച്ചുകൊണ്ട് നടക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ കല്യാണം കഴിഞ്ഞൊരു 4-5 കൊല്ലത്തിന് കല്യാണം കഴിഞ്ഞ് എത്ര പേർക്ക് മക്കളുണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ വലിയ കാര്യത്തിന് 2000 രൂപയുടെ ചാപ്പാടടിച്ച് പോയില്ല കല്യാണത്തിന് പോയിട്ട്? ആ വീട്ടിൽ കൊച്ചുങ്ങളുണ്ടായെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചൊരു കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ കല്യാണം കഴിഞ്ഞ പല കുടുംബങ്ങൾക്കും മക്കളില്ല. മിണ്ടാണ്ടിരുന്നോ എല്ലാവരും കൂടെ? ഹല്ലേലൂയ. പേടിപ്പിക്കുന്നല്ലേ മക്കളെ? അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേടിപ്പിക്കുന്ന കാര്യമല്ലേ പറയുന്നത്? ഞാൻ പറയുന്നത് പേടിപ്പിക്കുന്ന കാര്യമല്ലേ? ഹല്ലേലൂയ. മിക്കവാറും വീടുകളിലുണ്ട് ഓരോരുത്തർ കല്യാണം കഴിക്കാൻ നിൽക്കുക. മിക്കവാറും വീടുകളിലോ കല്യാണം കഴിക്കാൻ ഓരോരുത്തർ നിൽക്കുക. പ്രായം കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ചെറുക്കന് 30 പെണ്ണിന് 26 വയസ്സ് കഴിഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി കുടുംബജീവിതം തകരുക. ഹല്ലേലൂയ. അബ്രാം ചോദിക്കുക കാലത്തിന്റെ മാറ്റങ്ങൾ. സെമിനാരിൽ ചേരാൻ പിള്ളേരില്ല, അച്ഛനാകാൻ ആരും പോകുന്നില്ല, മടത്തിൽ ചേരാൻ ഒട്ടുമില്ല. എൻ്റെ ഭീകരത പോലെയാണ് കാണുന്നത് കന്യാസ്ത്രീകളെ. ഞാൻ എൻ്റെ ബോധ്യം പറയാം, ഇത്രയും സ്വീറ്റായിട്ടുള്ള മര്യാദയ്ക്ക് ഒരു കന്യാസ്ത്രീ ജീവിച്ചാൽ ഇത്രയും സ്വീറ്റായിട്ടുള്ള ജീവിതമില്ല. നിങ്ങളുടെ വീട്ടിൽ കിട്ടത്തില്ല. അത് മടത്തിൽ കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ കിട്ടത്തില്ല. അത് കുന്നായ്മ പിടിച്ച കന്യാസ്ത്രീകളാണ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. മര്യാദക്കുള്ള സിസ്റ്റർമാരുടെ കാര്യമാണ് പറയണത്. കിട്ടത്തില്ല മക്കളെ. ഒരു വീട്ടിൽ കിട്ടത്തില്ല അത്രയും സ്നേഹം, ഒരു വീട്ടിൽ കിട്ടത്തില്ല അത്രയും പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. നിങ്ങളാരും പെമ്പിള്ളാരെ പെടുത്തില്ലെന്ന് എനിക്ക്. സാധാരണ മടങ്ങളെല്ലാം പൂട്ടും, സാവധാനം മടങ്ങളൊക്കെ പൂട്ടും. അതൊക്കെ വരാൻ പോകുന്നിനി. നമ്മൾ ഉണരണ്ടേ മക്കളെ, ഉണരണ്ടേ? നമ്മളെങ്കിലും നമ്മൾ ഈ പുണ്യാളൻ്റെ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ വയറ്റുവേദന മാറി, കാലുവേദന മാറിപ്പോയാൽ മതി. നമ്മൾ സഭയെ പറ്റി ഈശോ നമ്മൾ ഇഷ്ടപ്പെടുന്ന അന്നേരം. എനിക്കത്തെ ഈശോ നമ്മളെ ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെടാൻ പോയ ഇങ്ങനത്തെ വിഷയമൊക്കെ അച്ഛൻ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇഷ്ടം. നമുക്ക് അച്ഛന്മാർ വേണം മക്കളെ. നല്ല കൊച്ചുങ്ങൾ ആൺപിള്ളേർ എത്ര പിള്ളേർക്ക് അച്ഛനാകാൻ ഇഷ്ടം. അവനെ അങ്ങനെ അങ്ങ് കൊണ്ടുവരണം. അവനെ പള്ളിയിൽ രാവിലെ എഴുന്നേൽപ്പിച്ച് വിടണം. അവനെ പ്രോത്സാഹിപ്പിക്കണം. പള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളെ വിശുദ്ധനായ വൈദികരും വിശുദ്ധനായ സിസ്റ്റർമാരും ഉണ്ടായ ദേശം രക്ഷപ്പെടും മക്കളെ. വിശുദ്ധനായ വൈദികരും വിശുദ്ധനായ സിസ്റ്റേഴ്സും ഉണ്ടായ ദേശം രക്ഷപ്പെടും.
ഹല്ലേലൂയ. വലുതരം ഉയർത്തി ഹല്ലേലൂയ. വലുതരം ഉയർത്തി ഹല്ലേലൂയ. വലുതരം ഉയർത്തി ഹല്ലേലൂയ. തീക്ഷ്ണതയുള്ള വൈദികർ, തീക്ഷ്ണതയുള്ള കന്യാസ്ത്രമ്മമാര്, നമ്മള് രക്ഷപ്പെടും, ലോകം രക്ഷപ്പെടും. ഇന്നെന്താ പറ്റിയത്? ഇന്നതൊന്നും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാഴ്ചയാണ്. അപ്പൻ വെളിയിൽ കൂടെ മൊബൈൽ ഫോൺ, കുർബാനക്ക് കാണേ, അപ്പം വെളിയിൽ കൂടെ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു, ചെറുക്കൻ അതിലെ കിടന്ന് ഓടിക്കളിക്കുന്നു. കണ്ണവാലിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം 7:15 കുർബാന ഞാനാ ചൊല്ലിയത്. 6 മണി കഴിയുമ്പോൾ പള്ളിയൊക്കെ നിറച്ച് മനുഷ്യനാണ്. ഞാൻ നോക്കൂ, ഒരപ്പൻ ഇങ്ങനെ ഫോൺ, ഞാൻ അവിടുത്തെ കാര്യം കുറ്റം, നമ്മുടെയൊക്കെ കാര്യം പറയുന്നത്, ഈ മൊബൈൽ ഫോൺ എടുത്ത് പൊട്ടിച്ച് കളയണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. വെല്ലുവിളിച്ച പറയുന്നത്, നീ തകർച്ചയിലാണ്, നിന്റെ മൊബൈൽ ഫോൺ എന്താ വലിച്ചെറിഞ്ഞ, അല്ലെ കിണറ്റിക്കൊണ്ടില്ല, പുഴയിൽ വലിച്ചെറിയണം. നിന്റെ കുടുംബം, നിന്റെ മൊബൈൽ ഫോണാണ് നിന്നെ നശിപ്പിച്ചത്. ആ മൊബൈൽ ഫോൺ നിന്നെ രോഗിയാക്കിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ നിന്റെ കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്, നിന്റെ മക്കളെ തകർത്തിട്ടുണ്ട്. നീ കാണുന്നതൊക്കെ നിന്റെ മോനും മോളും കാണുന്നുണ്ട്. നീ ഒളിച്ചിരുന്ന് ആരും കാണാതെ കാണുന്നത് നിന്റെ മക്കള് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നീ എന്ത് നോക്കാത്തത്? മനുഷ്യന്റെ ഉറക്കമില്ല, പാന്ത വട്ടന്മാരായിക്കൊണ്ടിരിക്കുക. രാത്രി മുഴുവൻ ഇതും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക, എടുത്ത് തൂലോട്ട് കളാം. ഞാൻ സത്യമായിട്ട് പറയാം മക്കളെ, പക്ഷേ ഈ നോമ്പിന്റെ നാളുകളിലെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ലെറ്റ്സ് ബി സ്ട്രോങ്. പള്ളി വരുമ്പോൾ ഫോണും കൊണ്ട് വരില്ല. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ദുഷിച്ചതും അവിശ്വസ്തവും. ദൈവത്തിൽ വലിയ വിശ്വസ്തതയൊന്നുമില്ല. ദൈവത്തിൽ വലിയ വിശ്വസ്തതയും ദൈവത്തോടുള്ള വിശ്വസ്തതയൊന്നുമില്ല. പൊല്യൂട്ടഡാ മക്കളെ, ഒരുപാട് കാരണങ്ങളല്ല. ലെറ്റ്സ് ബി പ്യൂരിഫൈഡ്. നമ്മളിന്ന് ഇന്നത്തെ തിരുവചനമൊക്കെ കുർബാനയ്ക്ക് അച്ഛൻ ബാക്കി പറയാം. ഒരു ക്രിസ്തുവായിട്ടൊക്കെ നമുക്ക് രൂപപ്പെടാൻ പറ്റണ്ടേ? ഇന്നെൻ്റെ മനസ്സിലേക്ക് പരിശോധന വന്നു, ഒരു ക്രിസ്തുവായിട്ട് രൂപപ്പെടണ്ടേ? ഇതാ ഇവരോട് ക്ഷമിച്ചു പോട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കണ്ണക്കുറ്റിക്ക് അടിച്ചവനോട് പറയാം, പോട്ടടാ, നീ അറിയാതെ അടിച്ചതല്ലേ, പോട്ടെ, നിൻ്റെ കൈ വേദനിച്ചോ? തോമസ് മൂഹ ചോദിച്ചെന്നാണ് പറയുന്നത്. പാവം എൻ്റെ താടി കഴുത്ത് വെട്ടാൻ പോകും. തോമസ് മൂഹിൻ്റെ പടയാളികൾ കഴുത്ത് വെട്ടാൻ നേരത്തെ ഞാൻ പാവം താടി, ഇങ്ങനെ ഊച്ചാന്തടിയുണ്ട്, ഈ ഊച്ചാന്തടി എടുത്തേക്ക് പൊക്കിയിട്ട് പറയുകയാണ്, ഇത് ആ താടി പാവം, അതിനെ കൊന്നേക്കല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്നെ പറയാം, ഹ്യൂമർ, ജീവിതത്തിൻ്റെ ഒരു മാധുര്യമൊക്കെ ഉണ്ട്. ഞാനൊക്കെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യമുണ്ട്, അതിനെ ഞാൻ 100% സീരിയസ് ആയിട്ട് കാണുന്നതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ അത്രയും സീരിയസ് ആകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും അത്രയൊന്നും സീരിയസ് ആയി. ലെറ്റ്സ് ഫൈൻഡ് സം ഹ്യൂമർ. കുറച്ച് തമാശയൊക്കെ ഉണ്ട് അവിടെ ജീവിതത്തിന്. ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ അടയാളം അന്വേഷിച്ചു. ലുക്കിംഗ് ഫോർ സയൻസ്. പറയാ, യോനായുടെ അടയാളമല്ലാതെ മാനസാന്തരപ്പെടാതെ നീ രക്ഷപ്പെടത്തില്ലടാ. യോനായുടെ അടയാളം അതാ. ദൈവങ്ങളെ ജീവിതത്തിൽ നിന്നിരുന്നുകൊണ്ട് ആത്മാർത്ഥ നമ്മൾ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇന്ന് ഈ സെൽഫ് ഓഡിറ്റിങ്ങാണ് വേണ്ടത്. സോഷ്യൽ ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നാട്ടുകാരെന്നാ പറയുന്നു വിചാരിച്ച് ഇനി ജീവിക്കാൻ നിൽക്കല്ലേ. സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞ് ഈ സെൽഫ് ഓഡിറ്റിങ്ങിൻ്റെ കാലമാണ്. എൻ്റെ എനിക്കൊരു മനസ്സാക്ഷിയാണ്. ഞാൻ ഇത്രയും കാലം പുരോഗതിനായിട്ട് ജീവിച്ച് എനിക്കൊരിതില്ലേ? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ. ആരെ ബോധിപ്പിക്കാനല്ല, ഞാൻ ഇപ്പം ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇപ്പം ഫോണെ കുത്തിക്കൊണ്ടിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. കുർബാനയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ദൂരങ്ങളെ പൊട്ടിച്ചുകളാ ഫോൺ. ആ ഫോൺ നിന്ന് പോകട്ടെ. കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞെ, നീ ചെയ്യുന്ന ഒരു ദുരന്തം എന്നാന്ന് നിനക്കറിയാവോ? കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനും ആയിക്കോട്ടെ, ഒരു പ്രാർത്ഥനയൊന്നും മൊബൈൽ ഫോണിൽ നോക്കി പ്രാർത്ഥനയല്ലുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ടാണ് പ്രാർത്ഥനയില്ലെന്നത്. ഗെറ്റ് എ ബുക്ക്. കള്ളത്തരമുണ്ട്, അതുകൊണ്ട് ഈ മൊബൈൽ ഫോണും കൊണ്ട് നടക്കുന്നത്. എന്ത് കുത്തിയിട്ട് നീ എന്നാ കാണുന്നത് ഇതിൻ്റെ അകത്ത്? ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഇതാ മാലാഖമാര് ഭയന്ന് വിറയ്ക്കുന്നിടത്ത് നീ കുത്തിയിരുന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക.
ജീവിതത്തിന് മാറ്റം ഉണ്ടാവട്ടെ പൊന്നുമക്കളെ, ജീവിതത്തിന് മാറ്റം ഉണ്ടാവട്ടെ പൊന്നുമക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകങ്ങൾ ഉണ്ടാകാൻ പോവുക, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോവുക, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിൽ നൽകപ്പെടുകയില്ല. എന്തുപറ്റി? മൃഗങ്ങൾ പോലും ഉപവസിച്ചു എന്നൊക്കെ പറയണേ. രാജാവ് മുതൽ ഇതാ യോനായുടെ വാക്ക് കേട്ടിട്ട് അവർ ഉപവാസം ആചരിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത വാക്ക് ഇങ്ങനെ, ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ തിന്മ അവിടുന്ന് പിൻവലിച്ചു വന്നു. ദൈവമക്കളും എഴുന്നേറ്റ് ഇരുകരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. എവരിത്തിങ് ഇസ് നോട്ട് ഓക്കെ മക്കൾ, എല്ലാം ഒന്നും ശരിയൊന്നുമല്ല കേട്ടോ. ഈ ചെയ്യുന്നതെല്ലാം ഒന്നും ശരിയൊന്നുമല്ല. ദൈവത്തിൻ്റെ സന്നിധി മനസ്സ് നോക്കി മക്കളെ. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ദൈവമേ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ, ഒരു ശുശ്രൂഷക ഞാൻ ചെയ്യുന്നത് ശരിയാണോ? കർത്താവിന്റെ മുമ്പിൽ നിന്റെ മനസാക്ഷി തന്നിട്ട് അല്ല എന്ന് മനസാക്ഷി പറഞ്ഞിട്ടോ നീ പിന്നെ ബുദ്ധിമുട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കള് ഒരു വിശുദ്ധിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ, ഒരു കൃപയുടെ അഭിഷേകം ഉണ്ടാകട്ടെ, ഒരു സൗഖ്യത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, ഒരു മാനസാന്തരത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഈശോയേ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും